നന്ദിയുണ്ട് ബിഗ് ബോസ്, നന്ദിയുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ലൈവില് അനുമോളെ കുറിച്ച് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരിക്കുകയാണ് നെവിന്. എന്റെ ഇഷ്ടപ്രകാരം ഒന്നുമല്ല ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരാണ് എന്നെ ഇങ്ങോട്ടേക്ക് നിർബന്ധിച്ച് വരണം എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്റെ അമ്മയ്ക്കൊക്കെ അവൾ വിളിച്ചില്ലേ, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ എന്തൊക്കെ ചെറ്റത്തരങ്ങൾ ഈ വീട്ടിൽ കാണിച്ചു കൂട്ടിയാലും ചിലപ്പോൾ ഇവിടെ തന്നെ അവളെ നിലനിർത്തിയേക്കാം നമ്മുടെ ബിഗ് ബോസ്. അവൾക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം ഇക്കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് അനുമോൾ ഈ രീതിയിലൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് തന്നെ അനുമോളെ ഇവിടെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. നമ്മുടെ നെവിൻ ആയിരുന്നു അനുവിനെ കുറിച്ച് ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കുറച്ചു നേരം മുൻപ് വെളിപ്പെടുത്തിയത്. നമ്മുടെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരിക്കൽ പോലും അങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് വരുന്ന സമയത്ത് ലാലേട്ടൻ എന്തായാലും ഇതേക്കുറിച്ച് തിരക്കുന്നതായിരിക്കും. നമ്മുടെ നെവിന് നല്ലതുപോലെ ലാലേട്ടന്റെ കയ്യിൽ നിന്നും കിട്ടാനുള്ള സാധ്യതയും വളരെയധികം തന്നെ കൂടുതലാണ്. അതുമാത്രമല്ല ഇവിടെ അനീഷ് ബിഗ് ബോസിനോട് നന്ദി പറയുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. താങ്ക് യു ബിഗ് ബോസ്, താങ്ക് യു എന്നാണ് നമ്മുടെ അനീഷ് പറയുന്നത്. കുറച്ച് ആൾക്കാരെ ഒക്കെ തന്നെ റിയൽ സ്വഭാവം എനിക്ക് മനസ്സിലാകാനായിട്ട് സാധിച്ചല്ലോ എന്നുള്ള രീതിയിലാണ് അനീഷ് പറയുന്നത്. ഇതിനിടയിൽ നമ്മുടെ നെവിനെ കുറിച്ച് അനുമോൾ ചില കാര്യങ്ങളും പറയുന്നുണ്ട്. നീ ഇവിടെ വന്നിട്ട് നീ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ആകെപ്പാട് നീ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു വയറുണ്ടാക്കി എന്നുള്ളതാണ്. ഈ രീതിയിലാണ് നമ്മുടെ അനുമോൾ ഭയങ്കരമായിട്ട് തന്നെ നെവിനോട് ഷൗട്ട് ചെയ്യുന്നത്. നീയും അതുപോലെ തന്നെയാണ്, ഒന്നിനും കൊള്ളത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോലെ തന്നെ ഇരുവരും തമ്മിൽ വലിയ വായ്ക്ക് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അനുമോൾ ഈ പ്രശ്നത്തിനിടയിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നീ വെളിയിൽ ഇറങ്ങിയാൽ പോലും എന്റെ അടുത്തേക്ക് വന്നു പോകരുത്, നീയുമായിട്ട് എനിക്കൊരു ഫ്രണ്ട്ഷിപ്പിന് പോലും താല്പര്യമില്ല, നിന്നെ ഞാൻ അത്രയ്ക്ക് വെറുക്കുന്നുണ്ട് എന്നും കൂടെ നെവിനോട് അനുമോൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തന്നെ ഷോ ഓഫ് ആണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ റിയൽ സ്വഭാവം നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാണ് നമ്മുടെ അനുമോൾ തന്നെ പറയാതെ പറയുന്നത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധവും സൗഹൃദവും ഒന്നും തന്നെ നിലനിർത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥികളുള്ളത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ അനീഷ് അങ്ങനെ പറഞ്ഞത്. എല്ലാവരുടെയും റിയൽ ആയിട്ടുള്ള സ്വഭാവം കാണിച്ചു തന്നതിന് നമ്മുടെ ബിഗ് ബോസിന് നന്ദി പറയുന്ന അനീഷിനെ നമ്മൾ ലൈവിൽ കണ്ടല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് അനീഷ് അങ്ങനെ പറഞ്ഞതും. എന്തായാലും നിങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിന്റെയും ലൈവിനെയും കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കും.